ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളുടെ സ്വന്തം ശരണ്യയാണേ. അപ്പം രാവിലെ തന്നെ എന്തായി ചെടിയുടെ കീഴിലിരുന്ന് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ ഒന്നും അല്ല കേട്ടോ. രാവിലത്തെ ജോലിയെല്ലാം ഒരുവിധം കഴിഞ്ഞു. ഇന്ന് വീഡിയോ എടുക്കാൻ വലിയൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. ഇന്ന് വീഡിയോ എടുക്കണ്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴത്തേക്ക്, കാരണം ഒരാഴ്ചത്തോളം ആയി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വീഡിയോസ് നേരത്തെ എടുത്ത് വെച്ചിട്ടാണ് പിന്നീടാണ് ഇടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ആക്കിയതാട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഒരു 5:30 ആയപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഉറങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ആ കുക്കിങ്ങും കാര്യങ്ങളും അതിൽ തന്നെ അങ്ങ് ഒരുവിധം എല്ലാം അങ്ങ് ആക്കി വെച്ചായിരുന്നു. അതുകൊണ്ടാട്ടോ ഇങ്ങനെ വെളിയിലൊക്കെ വന്ന് ഇങ്ങനെ സാമിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ കുഞ്ഞിനെ എന്നെ കൊല്ലത്തില്ലേ പോകാൻ സമയമാകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവിന് കറിയൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പടം പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉപ്പുമാവും പപ്പടവും കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടോ, അടിപൊളിയാണ്. കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞിന് പപ്പടം പൊള്ളിച്ചു ഉപ്പുമാവിൻ്റെ കൂടെ ആക്കി കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് ഞാനാണെങ്കിൽ ഇത് കുഞ്ഞിന് കൊണ്ടുപോകാനുള്ള പപ്പടം കേട്ടോ. അപ്പോൾ എന്താ ഇങ്ങനെ പിച്ചി പറിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇതിങ്ങനെ ആക്കി എടുത്തിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലതായിട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രിക വെച്ചോ ഒക്കെ കട്ട് ചെയ്യാം. എനിക്കിത് എളുപ്പമായതുകൊണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചിങ് എടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് എണ്ണയ്ക്കകത്തോട്ടിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് ഇങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇത് പന്ന പപ്പടം ആയതുകൊണ്ട് ഒന്നും പൊള്ളി വരുന്നില്ല, ഒരുമാതിരി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ പപ്പടമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലായാലും കൊടുത്തു വിടാൻ നല്ലതായിട്ടോ. ഇതാകുമ്പോൾ പൊടിയാതെ അങ്ങനെ തന്നെ ഇരിക്കും, നല്ല അടിപൊളിയാണ്. ഞാൻ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു കൊടുത്തു വിടുന്നത്. ഇതാകുമ്പോഴത്തേക്ക് അതേപോലെ ഇരിക്കും. നമ്മളൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയാണ് ഞാൻ കൊടുത്തു വിടുന്നത്. അതാകുമ്പോഴത്തേക്ക് തണുക്കത്തേ ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഉച്ചക്കലത്തേന്ന് വെച്ചാൽ നമുക്കിന്ന് പരിപ്പ് കറിയും പപ്പടവും അവിയലും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പരിപ്പ് കറിയും പപ്പടവും കൂട്ടാൻ ഭയങ്കര കൊതിയാട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ കുഞ്ഞിനും പറഞ്ഞു നമുക്കിന്ന് ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നെന്നാൽ പിന്നെ അതങ്ങനെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഫുഡൊക്കെ കുഞ്ഞിനും കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വെള്ളം ഒഴിച്ച് തരുമായിരുന്നു കേട്ടോ. സമയം പോയെന്നും പറഞ്ഞ് പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പാത്രത്തിലോട്ടൊക്കെ ഫുഡെല്ലാം ആക്കി. അത് കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞിനെയും പറഞ്ഞു വിട്ടു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ 1-2 കമൻറ്റ്സ് എനിക്ക് ഇതിന് മുന്നേ വന്നു. കുഞ്ഞിന് എന്ത് കൊടുത്താലും കഴിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെ എന്ത് കൊടുത്താലും കഴിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ മൂശാട്ട കയറി ഇരിക്കുന്നു പറയത്തില്ലേ, ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കടന്ന് ബഹളം വെക്കും കേട്ടോ. ഇതേ ഉള്ളോ, വേറെ ഒന്നും ഇല്ലേ ഈ വീട്ടിൽ കഴിക്കാൻ കൊള്ളാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കും. ആളങ്ങനെ ഇരുന്നാലും അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇച്ചിരി അത്ര പാവമൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ അവിടെ നലിക്കും. പിന്നെ നമ്മൾ ചില സമയത്ത് നമുക്ക് വയ്യാതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ തട്ടിക്കൂട്ടി കൊടുത്താൽ കഴിക്കും കേട്ടോ. ആ സമയത്ത് വയ്യാതെ ഇരിക്കുക, എനിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ സാരമില്ല, നീ എനിക്ക് ഇച്ചിരി ഉപ്പും മുളകും ആയാലും മതി, അങ്ങനെ ആ ഒരു സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെയും കഴിക്കും. അപ്പം അങ്ങനെയുമാണ് ഇങ്ങനെയാണ് ആ ഒരു മനുഷ്യനും കേട്ടോ. അപ്പം എല്ലാ സമയത്തും ഒരേപോലെയൊന്നും അല്ല. ഈ നല്ല മൂഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കും, അല്ലാത്ത സമയത്തേ ഉള്ളൂ ഇങ്ങനെ മൂശാട്ടം കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ കുഞ്ഞിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെ നേരെ വന്ന് മുറ്റമൊക്കെ ഒന്ന് അടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ അടിക്കായിരുന്നു. പിന്നെ രാവിലെ വന്ന് കണിയേണ്ടത് ഈ വാഴ ഒടിഞ്ഞ് വീണ് കിടക്കുന്നതായിട്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റാമെന്ന് വെച്ചു. ഈ വാഴ കൊണ്ട് എനിക്ക് വയ്യ, ഭയങ്കര ശല്യമാണ്. കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിഞ്ഞ് വീഴും, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടോ. അത് വെട്ടി മാറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. ഈ സാധനം എടുത്ത് പൊക്കാൻ തന്നെ ഉള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അങ്ങനെ പിന്നെ അത് മൊത്തത്തിൽ ഉണങ്ങി നിൽക്കുന്ന കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം എന്താ വാഴയെല്ലാം ഇങ്ങനെ മണ്ട അടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതോ ഈ കത്തിയാണെങ്കിൽ മുറിയെന്ന് പോലും ഇല്ല, നാശം. അതിട്ട് ഞാനിങ്ങനെ ഒരച്ചരച്ചാണ് ഇങ്ങനെ കണ്ടിക്കുന്നത്. അങ്ങനെ പിന്നെ കുറേ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയല്ലേ, അതെല്ലാം ഇങ്ങനെ വലിച്ചു കുറച്ച് കുറേയൊക്കെ കണ്ടിച്ചൊക്കെ കളഞ്ഞു. കാരണം രാത്രിയാകുമ്പോൾ എനിക്ക് പേടിയാവും. ഞാൻ ഇവിടെ വെള്ളം പിടിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും അനക്കം കേട്ടോ, ഒറ്റ ഓട്ടത്തിന് ഞാൻ കയറി കതവ് അടയ്ക്കും കേട്ടോ. കാരണം എനിക്ക് പേടിയാണ്, എന്താണെന്ന് അറിയത്തില്ല, ഇപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ പിന്നെ അത് കുറേയൊക്കെ വെട്ടി മാറ്റണം. ഈ വാഴ അവിടെ നിൽക്കുന്നതുകൊണ്ട് ആരെങ്കിലും ഇടയിലും കൂടെ നിൽക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. കാരണം നിന്നാലും നമ്മൾ അറിയത്തില്ല, അതുകൊണ്ടൊക്കെ ആട്ടോ. അങ്ങനെ പിന്നെ കുറേയൊക്കെ ഇന്ന് വെട്ടി മാറ്റിയിട്ട് ബാക്കിയൊക്കെ പിന്നീട് വെട്ടാമെന്ന് വെച്ചു. ഒരുപാട് അങ്ങ് വെട്ടൊക്കെ നടക്കത്തില്ല. ഒരുപാട് വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇന്നത്തെ ദിവസം കിടപ്പാവും, വീഡിയോ എടുപ്പൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് പിന്നീട് ഞാൻ വെച്ചു 1-2 എണ്ണമൊക്കെ വെച്ചിട്ട് ഡെയിലി വെട്ടിക്കളയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഇതൊരുമാതിരി ഇങ്ങനെ തേമ്പിയൊക്കെ നിൽക്കുന്ന വാഴയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വാഴ ആ സമയത്തേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷെ കൊലച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക്
അതായത് വേസ്റ്റ്, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് അതെന്താണെന്നറിയത്തില്ല, അങ്ങനെ ഇട്ട് കൊടുത്തോണ്ടാണോ എന്തോ വലിയ കൊലയൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല നല്ല വലിപ്പത്തിനുള്ള കൊലയൊക്കെ ആയിരുന്നു. ആ സമയത്ത് നമ്മൾ പിന്നെ ഇവിടുത്തെ ഓണറിനെ വിളിച്ച് പറഞ്ഞു, അവർ വന്ന് വെട്ടി, പിന്നെ നമുക്ക് ഇച്ചിരി 1-2 പടലയൊക്കെ തന്നു കേട്ടോ. അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം അതിനകത്ത് അങ്ങനെ കൊല വരും, പക്ഷെ ഇങ്ങനെ കൊലച്ച വരും, പക്ഷെ ഒരു പകുതി ഒന്ന് കറക്കാവുന്നതിന് മുന്നേ ആ പണ്ടാരം ഒടിഞ്ഞ് വീഴും കേട്ടോ. ആകെ തലവേദനയാണ്, ഒടിഞ്ഞൊടിഞ്ഞ് വീഴും. അത് കഴിയുമ്പോൾ പിന്നെ അത് കറിക്കെടുക്കാൻ പോലും കൊള്ളത്തില്ല, ആ ഒരു സ്ഥിതിയായിട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരുവിധം ആയി വരും, അപ്പോഴത്തേക്ക് ഒടിഞ്ഞ് മണ്ടയിൽ കൂടെ വീഴും. ഇവിടെ വന്ന സമയത്ത് എൻ്റെ തോളത്തൂടെയും തലയിൽ കൂടെയൊക്കെ വീണയാണ്. അന്ന് പിന്നെ കുറേ നാളിങ്ങനെ വേദനയും കൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 1-2 എണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ വെട്ടി കളയുകയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ വീടിൻ്റെ ഓടാട്ടോ, ആ ഓടിൻ്റെ മണ്ടയ്ക്കാണ് വീണ, പിന്നെ അവരുടെയും വായിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ വെയിലൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടും തലവേദനയൊക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ ഉപ്പുമാവ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ, പപ്പടം ഒന്നും കാച്ചില്ല കേട്ടോ, ഭയങ്കര മടിയാണെന്നേ. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്കും പപ്പടം കാച്ചണം, അതുകൊണ്ട് പിന്നെ കഴിച്ചു. വേണ്ട, പപ്പടമൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം, കാരണം അതിനകത്ത് വെജിറ്റബിളൊക്കെ കുറച്ച് നമ്മൾ ഇടുമല്ലോ, അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്താ വന്നിരുന്ന് പാത്രങ്ങൾ കഴുകുമായിരുന്നു കേട്ടോ. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലി മെമ്പറായ സബിത ആൻഡ് ദീപുവിൻ്റെ 11ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ജനുവരി 27 ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 പേർക്കും ഞങ്ങളുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ആൻഡ് ചേച്ചിയും ചേട്ടനാണെന്ന് എനിക്ക് അറിയത്തില്ല, ആണെങ്കിൽ ചേച്ചിയും ചേട്ടനും ഞങ്ങളുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. 2 പേരും സന്തോഷവും സമാധാനത്തോടെയൊക്കെ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ജീവിക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ 2 പേരോടും എനിക്ക് സോറിയും ചോദിക്കാനുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ, ഞാൻ വിഷസ് എന്നോട് നേരത്തെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയേട്ടോ. കാരണം വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് വയ്യാതെയൊക്കെ ആയി, BP ഒക്കെ ലോ ആയിട്ട് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തലകറക്കവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും, കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. അതുകൊണ്ട് 2 പേരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതുകൊണ്ടൊക്കെ ആയതുകൊണ്ടാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം, കാരണം ഞാൻ വിട്ടു പോകുന്നത്, എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. പിന്നീട് ഞാനതങ്ങ് വിട്ടുപോവുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ ആയിട്ടോ, ക്ഷമിക്കണം 2 പേരും. പിന്നീട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ തുടച്ചിട്ടിപ്പോൾ ഒരു 3-4 ദിവസത്തിന് മേളിലായിരുന്നു കേട്ടോ. തുടച്ചിട്ടെന്നല്ല, ഒരുവിധം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയൊക്കെ, കാരണം വയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് ഒരുവിധം ഒന്ന് പതുക്കെ ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ പോയി കിടക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് നന്നായിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ തൊട്ട് തുടച്ച് വൃത്തിയാക്കി ആക്കുമായിരുന്നു. പിന്നീട് കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ചേച്ചിയുടെയും ചേട്ടനെ ലവ് മാരേജ് ആണോ, ആണെങ്കിൽ ലവ് സ്റ്റോറി എന്ന് പറയുമോ എന്നൊക്കെ ഇങ്ങനെ കുറേ കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെയും ചേട്ടൻ്റെ ലവ് മാരേജ് ആണ്. പിന്നെ ലവ് സ്റ്റോറി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ. നമുക്ക് ലവ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സമയത്ത് പ്രണയം ഇങ്ങനെ തോന്നി തുളുമ്പിയിരിക്കുന്നൊരു സമയമായിരുന്നല്ലോ. ആ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളൊരു സമയത്ത് അത് പറഞ്ഞാലേ അതിനൊരു ഗുമ്മുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിട്ട് പറയാത്തത്. അത് പറയാം, ഒരു നാൾ പറയാം. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കത് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം മനസ്സിനകത്ത് ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് പറഞ്ഞ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ആയിട്ടോ. അതുകൊണ്ട് ഇച്ചിരി സന്തോഷവും സമാധാനവും ഒക്കെ ആയി വരുന്നൊരു സമയത്ത് നിങ്ങളോട് അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയത്തൊന്നുമില്ല, ചുരുക്കി കുറച്ച് പറയാം. കാരണം ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ മെയിനായിട്ട് ഈ ഒരു കാര്യം ഞാൻ പറയാഞ്ഞത് തന്നെ, നിങ്ങളിപ്പം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിലൂടെ സ്നേഹിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഞങ്ങളിലൂടെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതിൽ ചില ആൾക്കാർ വില്ലനായിട്ട് മാറും ഇപ്പം. അതുകൊണ്ടൊക്കെയാണ് പറയാഞ്ഞത്. കാരണം ഞങ്ങളിലൂടെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയാത്തത്. കാരണം ചില സമയം നമുക്ക് ചില വിഷമങ്ങളൊക്കെ തന്ന ഒരുപാട് പേര് കാണുമല്ലോ, അന്നേരം അതുകൊണ്ടൊക്കെയാണ് പറയാതെയൊക്കെ മെയിനായിട്ട് ഇരുന്നത്. പക്ഷേ ഒരു ദിവസം ഞാൻ പറയാം, എല്ലാം ഇങ്ങനെ ചുരുക്കി പറയുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ആ മനുഷ്യനോട്, അതായത് കുഞ്ഞിനോട് ഒരു ലവർ എന്ന നിലയിനേക്കാളും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കേട്ടോ എൻ്റെ. അത് നിങ്ങളടുത്ത് ഞാനിപ്പം പറയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എനിക്ക് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനായാലും എല്ലാ കാര്യങ്ങളും ഡൗട്ട് ചോദിക്കാനായാലും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയാണ് ഹസ്ബൻഡ് ആയെന്നുള്ളൊരു കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയുന്നതായിരിക്കും. പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴല്ല,
പതുക്കെ കൂടെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓരോ സമയത്തും നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ലവ് സ്റ്റോറി ഒന്നും പറയുന്നില്ല, ഒരു ദിവസം നിങ്ങളോട് പറയുന്നതായിരിക്കും. അങ്ങനെ പിന്നെ തൂത്ത് വാരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൂക്കുന്നതും വാരുന്നതും നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല, എന്തിനാണ് ഇതൊക്കെ എന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. അതും വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടുകയും ചെയ്യും, അതുകൊണ്ടൊക്കെയാണ് കാണിക്കാതിരിക്കുന്നത് കേട്ടോ. പിന്നീട് തുടയ്ക്കുകയാണ്, കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ തുടപ്പും കാര്യങ്ങളൊന്നും ഇല്ല, വയ്യായികയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ആകെ പൊടി കയറിയിട്ട് ഒരുമാതിരി കിടക്കും കേട്ടോ. നമ്മളിങ്ങനെ നിലത്ത് ചവിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുടച്ചൊക്കെ മാറ്റും. അങ്ങനെ തുടയ്ക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അരി വെള്ളത്തിൽ ഇടാനായിട്ടോ, അരി വെള്ളത്തിൽ ഇടുവാണ്. അപ്പം നാളെ കാപ്പിക്ക് എന്തെങ്കിലും ആക്കാലോ എന്ന് വിചാരിച്ചു. ഉപ്പുമാവാണെന്ന് എന്താണ് ഈ കിളി പോയി ഇരിക്കുവാണെന്ന് തോന്നി എൻ്റെ കേട്ടോ. അപ്പം ദോശയൊക്കെ ആട്ടോ ഇട്ടത്. അങ്ങനെ ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉള്ള ഒരു ജോലി എന്ന് വെച്ചാൽ പിന്നെ അല്ലാതെ ഇങ്ങനെ നമുക്ക് കുറച്ച് വീഡിയോസിന് സൗണ്ട് കൊടുക്കാനും പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം പിന്നെ ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പം പിന്നെ വന്ന് പപ്പടം കാച്ചുവാണ്. ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ പപ്പടം കാച്ചു തന്നത്. മടിച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യില്ല, കൊച്ചു ഭയങ്കര അടുക്കും ചിട്ടയൊക്കെ ആണല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും അല്ലപ്പാ, എനിക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ മടിച്ചുകളെ പോലെ ഇരിക്കും. പിന്നെ ഒരു മനസ്സിനകത്തൊരു തോന്നൽ വരുമല്ലോ, അയ്യോ നമ്മളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും ചെയ്യ് എന്ന് പറയുന്ന സമയത്താട്ടോ ഓരോന്നും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ പപ്പടമൊക്കെ പൊള്ളിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കറിയൊക്കെ പരിപ്പൊക്കെ കൂട്ടി കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് പപ്പടവും ഇങ്ങനെ പരിപ്പുമായിട്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും, എന്താ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. പക്ഷേ എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഈ തനിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബോറിംഗ് ആണ്. എപ്പോഴെങ്കിലുമൊക്കെ ആട്ടോ ഞാൻ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി പറക്കി. പിന്നീട് നമ്മുടെ വ്ളോഗ് ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റ് ലെറ്ററൊക്കെ കൊണ്ടുവരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ക്രാഫ്റ്റ് നമ്മൾ ഈ ഒരു വ്ളോഗിനകത്താണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഒരു പഴയൊരു വളയാട്ടോ, പിന്നെ ഈ ത്രെഡ്, പിന്നെ ഇത് നമ്മൾ കക്കയുടെ തോട് നമ്മൾ നേരത്തെ മേടിച്ചപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്നതാണ് കളയാതെ. അപ്പോൾ ഈ വളയുടെ ചുറ്റിനുമായിട്ട് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ കെട്ടിക്കൊടുക്കണം. അപ്പം ഞാൻ ഒരെണ്ണം ആദ്യം കെട്ടുന്നുണ്ട്. കെട്ടിയതിന് ശേഷം അതിൽ 7 സെൻറ്റിമീറ്റർ ആട്ടോ ഞാൻ എടുത്തത്. 7 സെൻറ്റിമീറ്റർ ലെങ്തിൽ ഞാനത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ലെങ്ത് കൂട്ടിയാണ് കട്ട് ചെയ്തത്. അങ്ങനെ കൂട്ടി അതിൻ്റെ ചുറ്റിനും കട്ട് ചെയ്ത് കെട്ടിക്കൊടുത്തു. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓരോന്നിനും ലെങ്ത് കൂടി വരുന്നതായിട്ട്. എന്നിട്ട് 4 വള്ളിയായിട്ട്, അതായത് 4 ത്രെഡ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തു, കാരണം നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കക്കയുടെ തോട് നമ്മൾ ഈ ഇങ്ങനെ പിളർന്നിരിക്കുന്ന അത് തന്നെ എടുക്കുക. അതാകുമ്പോൾ ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് സൈസ് അറിയാതെ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് അത് തന്നെ എടുക്കുന്നതായിട്ട് നല്ലത്. അങ്ങനെ അതിങ്ങനെ പിളർന്നിരിക്കുന്നതിനകത്ത് നമ്മൾ പശ തേച്ചിട്ട് ആ ത്രെഡ് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇച്ചിരി നേരം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒട്ടിക്കിട്ടും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഫെവിക്കോളോ അല്ലെങ്കിൽ ഈ പിന്നെ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാവൂ. ഇങ്ങനെ ഞാൻ ഫെവിക്വിക്ക് പോലത്തെ സംഭവം വെച്ചിട്ടാട്ടോ ഒട്ടിച്ചത്. അതാണെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ പറ്റുവാണെങ്കിൽ ഇങ്ങനെ പൊള്ളൽ പോലെ വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും അത് വെച്ച് ചെയ്യരുത് കേട്ടോ. അപ്പം അഥവാ ചെയ്യുവാണെങ്കിൽ മുതിർന്ന ആൾക്കാർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് ഓരോ ത്രെഡിനകത്ത് നമ്മൾ ഓരോന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഈ 4 പെയിൻറ്റ് കളർ ഞാൻ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ശരിക്കും പെയിൻറ്റ് അടിക്കാൻ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ മതിയെന്ന്. പക്ഷേ ഈ ബ്ലൂവും ബ്ലാക്കും കൂടെ ഒരു കോമ്പിനേഷൻ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നത്. അഥവാ എനിക്ക് ഇത് പെയിൻറ്റ് അടിക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നേരത്തെ അടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കത്തുള്ളൂ. നിങ്ങളഥവാ ചെയ്യുവാണെങ്കിൽ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ആ ത്രെഡിനകത്തൊക്കെ ആ കളർ ഇങ്ങനെ പെയിൻറ്റ് കയറി പിടിക്കും കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇത് ഓരോന്നിനും 4 കളർ വെച്ചിട്ട് ഞാനിങ്ങനെ അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് മേളിൽ ത്രെഡ് ചുറ്റാന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അത് ത്രെഡ് ചുറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയ സമയത്ത് ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന ആ ഒരു ത്രെഡ് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് കുറേ നേരമായിട്ട് ഈ പൂച്ച ഇവിടെ കിടന്ന് കറങ്ങുക കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വന്നിന്ന് പോച്ചയൊക്കെ ആ പുല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ തിന്നാണ്. ഫസ്റ്റ് ടൈമാണ് ഈ പൂച്ച പുല്ല് തിന്നുന്നതൊക്കെ കാണുന്നത് തന്നെ. അങ്ങനെ പിന്നെ നമ്മളുടെ ഫൈനൽ ലുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് ഒന്നും കൂടെ കളറാക്കാൻ വേണ്ടി ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ബീഡ്സ് മറ്റേ ഹോളില്ലാത്ത ബീഡ്സ് ആയതുകൊണ്ട് എനിക്ക് അതിൽ കൊരുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയായിട്ട് ചെയ്ത്. അപ്പം ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അഥവാ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ എനിക്ക് അതിന് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മെസ്സേജിലോ നമുക്ക് ഫോട്ടോ അയച്ചു തരാനായിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കൂടെ കാണാമല്ലോ. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക്
സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോയിട്ട് അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഫാമിലി മെമ്പറായ ഒരു ചേച്ചിയെ കണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, നമ്മളോട് വന്ന് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഞാനൊരു വീഡിയോ എടുത്തതായിട്ട് അപ്പം ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ആരുടെയും വീഡിയോസ് എടുക്കാറില്ല. നിങ്ങൾക്ക് പിന്നെ നമ്മളോട് പറയാട്ടോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മളുടെ വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറയാട്ടോ ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഡയറി മിൽക്ക് കുഞ്ഞു തുറന്ന് മേടിച്ച് തന്നിട്ട് എനിക്ക് കുഞ്ഞൻ വലുതെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, മധുരമൊക്കെ അല്ലേ, ചെറുത് മതി എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നു. അവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് ഇങ്ങനെ കുഞ്ഞൻ പറയുമായിരുന്നു. എന്നിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അവിടെ ഒന്ന് അടിപൊളിയായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് എന്ത് കഴിക്കണം എന്നുള്ള ആലോചനയാണ്. അങ്ങനെ കുഞ്ഞിനെ അവിടെ നിന്ന് നോക്കിയിട്ട് അത് എനിക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ എനിക്ക് തന്നു, നീ എന്തെങ്കിലും നോക്ക് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ വലിയ തോതിൽ നോക്കിയാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് മേടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷവർമ ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് റൊമാനിയൻ റൊട്ടിയിലായിട്ടോ ഷവർമയായിരുന്നു. ഗുബൂസിൽ മേടിച്ചാൽ മതി എന്ന് പിന്നെ എനിക്ക് തോന്നി, കാരണം ഈ റൊട്ടിക്ക് നല്ലൊരു കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഷവർമ പൊളി ടേസ്റ്റ് ആയിരുന്നു, രക്ഷയില്ലായിരുന്നു. മയോണിസൊക്കെ വാരി കോരി തന്നേക്കുമായിരുന്നു കേട്ടോ. കുറേ സൈഡിൽ ഇങ്ങനെ അത് ഒഴിച്ചത് കൂടാഞ്ഞ് സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. മയോണിസ് ഇല്ലാത്ത എന്ത് ജീവിതമാണില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. പക്ഷെ അധികം കഴിക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് വരാനുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ 2 പീസ് നമ്മൾ ബ്രോസ്റ്റഡ് ആയിട്ട് മേടിച്ചത്. അപ്പം 2 പീസ് ചിക്കനെ വാങ്ങിച്ചേ ഉള്ളൂ, കാരണം കുഞ്ഞിന് അധികം ചിക്കൻ കഴിക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞൻ പറഞ്ഞു 2 എണ്ണം മതി. അപ്പോൾ 1 എണ്ണം കുഞ്ഞിനും 1 എണ്ണം എനിക്കും അങ്ങനെ വാങ്ങിച്ചു കേട്ടോ. അവിടെ നല്ലൊരു ഓഫർ പോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. അതിൻ്റെ കൂടെ ഒരു ലെമൺ ജ്യൂസ് അല്ലല്ലോ, ബ്ലൂ ലെമൺ അതായിരുന്നു കേട്ടോ അതിൻ്റെ പേര്, അതുണ്ടായിരുന്നു. അത് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ അതൊക്കെ കഴിച്ചു. പക്ഷേ ഈ ഒരു കുബൂസിന് നല്ല കട്ടിയുണ്ട്. അത് കഴിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളായിരുന്നു കേട്ടോ. ഇതാണ് ബ്ലൂ ലെമൺ, ഇതും എല്ലാം കൂടെ കോംബോ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമൊക്കെ ആയിട്ട്. എനിക്ക് പക്ഷേ കഴിക്കാൻ വയ്യായിരുന്നു. കുഞ്ഞിനോട് ഞാൻ പറയായിരുന്നു ഈ ചിക്കനും കൂടെ കഴിക്കൂ, എനിക്ക് പറ്റുന്നില്ല എന്ന്. എന്താണെന്ന് അറിയത്തില്ല, അധികം ഇങ്ങനെ ഭയങ്കര ഫുഡിനോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും. പക്ഷേ അധികം അങ്ങോട്ട് കഴിക്കാൻ ഇപ്പം പറ്റത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 ഫലൂഡ ഓർഡർ ചെയ്തു. അപ്പം ഒരെണ്ണം 2ഉം ഏത് ഫ്ലേവറായിരുന്നു എനിക്ക് ഒന്ന് വാനില ആയിരുന്നു, പിന്നീട് ഒന്ന് ബട്ടർ സ്കോച്ച് ആയിരുന്നു തോന്നുന്നു കേട്ടോ. 2ഉം കൊള്ളായിരുന്നു. അങ്ങനെ പിന്നെ അതും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ് ഫുള്ളായപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ കുറേ കൂട്ടുകാർ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ പറയാം. സൂര്യ, രേഷ്മ, ദീപു മക്കളായ ആദി, ശിവനന്ദ, സോമൻ മകളായ ശിവഗംഗ എന്നിവരായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ഹായ് ഉണ്ട്. പിന്നെ ഈ ഒരു 3 മക്കൾക്ക് വേണ്ടി ഒരു ചക്കരയും വേണ്ടി, പിന്നെ ബാക്കിയുള്ളവരൊക്കെ പേരുകൾ അടുത്തടുത്ത് വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.